മാധവിക്കുട്ടിയുടെ കല്യാണത്തിൻ്റെ തലേനാൾ എന്ന കഥയാണ് ഇന്ന് ഞാൻ അക്ഷരപൂജയിലൂടെ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. വല്ലാതെ നമ്മളുടെ ഹൃദയത്തിൽ തൊടുന്ന ഒരു കഥയാണ്. എത്ര കാലം കഴിഞ്ഞാലും നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്യുന്ന ഒരു കഥയാണത്. കല്യാണത്തിൻ്റെ തലേനാൾ അലമാരി തുറന്ന് 14-ാമത്തെ തവണ തൻ്റെ വിവാഹ സാരി സന്ദർശകർക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അപർണ വെപ്പുകാരൻ്റെ ഉച്ചത്തിലുള്ള വിളിച്ചു പറയൽ കേട്ടത്. കോയമ്പത്തൂരിൽ നിന്ന് പൂവെത്തി, കുട്ടിയേ പൂവെത്തിയിട്ടാ, മുല്ലപ്പൂവ്. അപർണ കസവ് സാരി കട്ടിലിലേക്ക് എറിഞ്ഞുകൊണ്ട് പൂമുഖത്തേക്ക് ഓടി. ഒരു പഴയ ടാക്സിക്കാരിൽ നിന്ന് വെപ്പുകാരനും മറ്റു ചിലരും കൂടി പൂക്കുട്ടകൾ പുറത്തേക്ക് എടുക്കുന്നുണ്ടായിരുന്നു. ചാക്കുകൊണ്ട് കെട്ടിയ പുതുക്കുട്ടകൾ. വെപ്പുകാരൻ വിളിച്ചു പറഞ്ഞു, 2 അല്ല 3 അല്ല 4 അല്ല 9 കോട്ട നിറച്ച് പൂവ്. അയാളുടെ ആഹ്ലാദത്തിമർപ്പിൽ ചുവന്നു നീണ്ട പല്ലുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. അയാൾ ഒരു കുട്ടയുടെ ആവരണം പറിച്ചു നീക്കി. ജമന്തി ഉണ്ട്, അയാൾ പറഞ്ഞു. പൊളിക്കേണ്ട അച്യുതാ, പൊളിച്ചാൽ നാളേക്കെല്ലാം കരിയും, അപർണ പറഞ്ഞു. നാളെ അബുക്കുട്ടിയുടെ തലയിൽ അച്യുത മാല കെട്ടി ചൂടിച്ചു തരാട്ടോ. പന്തലിൽ ജോലി ചെയ്യുന്നവരൊക്കെ ചിരിച്ചു. നിങ്ങൾക്ക് മാല കെട്ടാനും അറിയോ അച്യുനായരെ? തോമസ് മാസ്റ്റർ ചോദിച്ചു. തോമസ് മാസ്റ്റർ തട്ടിന്മേൽ വർണ്ണക്കടലാസ് കൊണ്ടുണ്ടാക്കിയ താമരപ്പൂക്കൾ പതിക്കുകയായിരുന്നു. അയാൾ നിന്നിരുന്നത് ഒരു മേശമേൽ വെച്ച കസാലയിലായിരുന്നു. അയാൾ സംസാരിക്കുമ്പോഴൊക്കെ ആ കസാല ഇളകി. നിങ്ങൾക്ക് വെപ്പ് മാത്രമേ നിശ്ചയുള്ളൂ എന്നാ ഞാൻ കരുതിയത് അച്യുനായരെ, തോമസ് മാസ്റ്റർ പറഞ്ഞു. മാല കെട്ടാൻ നിങ്ങൾ എപ്പോഴേ പഠിച്ച്? നങ്ങേലി ബ്രാഹ്മണ്യമ്മയുടെ അടുത്ത് നിങ്ങൾ ട്യൂഷന് പോയിരുന്നാ? തോമസ് മാഷേ, നിങ്ങൾ തോന്നിയാസം പറഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കൊന്നുമില്ല ഈ അച്യുതൻ. കുട്ടിയെ, ഞാൻ എന്താ ഇപ്പോൾ ഒരു തോന്നിയാസം പറഞ്ഞത്? കുട്ടി സാക്ഷിയല്ലേ, കുട്ടി എന്നെ പറയൂ, ഞാൻ തോന്നിയാസം വല്ലതും പറഞ്ഞു? അപർണ മറുപടി പറഞ്ഞില്ല. പൂക്കുട്ടകൾ ജോലിക്കാർ ഓരോരുത്തരായി കിഴക്കേ മുറിയിലേക്ക് കൊണ്ടുപോയി. അപർണ സന്തോഷത്തോടെ അവരെ അനുഗമിച്ചു. കിഴക്കേ മുറിയിൽ പൂവ് വെക്കണ്ട, മുത്തശ്ശി പറഞ്ഞു. കിഴക്കേ മുറിയിൽ അതിരാവിലെ സൂര്യൻ വരില്ലേ, അതുകൊണ്ട് വടക്കേ അറയിൽ വെക്കുകയാണ് നല്ലത്. എടുത്തോളൂ അച്യുതാ, വടക്കേ അറയിൽ നല്ല പുത്തൻ പരമ്പ് വിരിച്ച് അവിടെ വെച്ചാൽ മതി. കുറച്ച് വെള്ളവും തളിക്കണം. അച്യുതൻ തിരുവാതിര നൃത്തത്തിൻ്റെ ചലനങ്ങളെ അനുകരിച്ചുകൊണ്ട് പൂക്കുട്ടകൾ ഓരോന്നായി എടുത്ത് വടക്കേ അറയിലേക്ക് മാറ്റി. കണ്ട പൂവൊക്കെ മാല കെട്ട ആരാ ഉള്ളത്? അയാൾ ചോദിച്ചു. വടക്കുപുറത്ത് ആരുടെ ശബ്ദം കേൾക്കണത്? അത് മാരാത്ത സ്ത്രീകളാ. അവരെ വിളിച്ച് മാല കെട്ടാൻ പറയുക. എല്ലാവരും ഒന്ന് ഇവിടെ ഉണ്ടിട്ട് പോയാൽ മതിയെന്നും പറയുക. വീട്ടിൽ മുല്ലപ്പൂവിൻ്റെയും ജമന്തിയുടെയും കാട്ടുതുളസിയുടെയും സുഗന്ധങ്ങൾ പരന്നു. നാരായണി എവിടെ? മുത്തശ്ശി ചോദിച്ചു. നാരായണിയമ്മ എവിടെ പോയി? കഴുകാൻ പോയോ? നാരായണിയെ ഊണിൻ്റെ ശേഷം ഞാൻ കണ്ടിട്ടില്ലല്ലോ. അമ്മ ചാത്തപ്പുരയുടെ പിന്നിൽ നിൽക്കുന്നുണ്ട്. ചാത്തപ്പുരയുടെ പിന്നിൽ പോയി നിൽക്കണത് എന്തിനാ? അവിടെ കാടും പടലും ആണ്, പാമ്പ് ഇടിക്കും. പോയി വിളിക്കോ അച്യുതാ. എന്താ ഈ നാരായണിക്ക്? എൻ്റെ ഈശ്വര, നാളെ ഒരു മംഗളകർമ്മം നടക്കാൻ പോവാണ്. വീട്ടിലാകെ വിരുന്നുകാരാ. അവള് ചാത്തപ്പുരയുടെ പിന്നിൽ പോയി നിൽക്കുക. ആളുകൾ എന്താ വിചാരിക്കുക? നാരായണിയമ്മയുടെ സൂക്കട് മാറിയിട്ടില്ല എന്ന് വിചാരിക്കും. 10 കൊല്ലം ചികിത്സ ചെയ്തിട്ടു സൂക്കട് മാറിയില്ല എന്ന് വിചാരിക്കും. അല്ലാണ്ടെന്താ? മിണ്ടാണ്ടിരിക്കുക അച്യുതാ, നീ പോയി അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരൂ. അമ്മയ്ക്ക് ഭ്രാന്ത് മാറിയിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയും. എന്തിനാ അത് അമ്മാമ്മ രഹസ്യാക്കി വെക്കണത്? അപർണ ഉറക്കെ ചോദിച്ചു. നിന്നെ കല്യാണം കഴിക്കണ ആളുടെ വീട്ടുകാരെയും ഇത് അറിയിക്കണം എന്നാ നീ പറഞ്ഞുകൊണ്ട് വരണത്? ഭ്രാന്തിൻ്റെ മോളെ സ്വബോധമുള്ളവർ കല്യാണം കഴിക്കുക. ഒന്നും ഒളിച്ചു വെക്കണത് എനിക്കിഷ്ടമല്ല. എന്നാ അപ്പോൾ തന്നെ നീ അവർക്ക് കമ്പി അടിച്ചോളോട്ടോ. എൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തായിരുന്നു എന്ന്. അകത്ത് പോയി ഇരിക്കി. പന്തലിൽ നീ ചെല്ലരുത്. വധു ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കണത് കുറച്ചില്ല. ആളെ കൊണ്ട് ഒന്നും പറയിപ്പിക്കണ്ട.
അപർണ വീണ്ടും തൻ്റെ കമനീയമായി അലങ്കരിച്ച കിടപ്പുമുറിയിൽ പ്രവേശിച്ചു. അയൽക്കാരായ സ്ത്രീകൾ അവളുടെ വസ്ത്രങ്ങൾ എടുത്ത് തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ടിരുന്നു. തൻ്റെ അമ്മ തല താഴ്ത്തിക്കൊണ്ട് മുറ്റത്തേക്ക് വന്നു കയറുന്നത് അപർണ കണ്ടു. അവൾ വീണ്ടും മുറിയുടെ പുറത്തേക്ക് ഓടി. അമ്മ എവിടെയായിരുന്നു? ഞാൻ കൊളക്കോഴിയെ നോക്കുമായിരുന്നു. നാരായണി, നീ ഒന്നും പറയാണ്ട് അകത്ത് പോയി ഇരിക്കി. കൊളക്കോഴിയെ കാണാൻ പോയി എന്നൊന്നും നീ ആരോട് പറയണ്ട. പറയില്ലേ അമ്മേ? ഞാൻ കൊളക്കോഴിയെ പറ്റി പറയില്ല. നാരായണി, നീ മേക്കഴുകിയ? ഇല്ല അമ്മേ. എന്നാലും നീ അപ്പുവിനെയും കൂട്ടി കുളത്തിൽ പോയിക്കോളോ. ശരി അമ്മേ. അപർണ തൻ്റെ അമ്മയുടെ കൂടെ കുളത്തിലേക്കു നടന്നു. അശോകമരത്തിൻ്റെ ചുവട്ടിൽ ചൂരൽ കസേരകളിൽ ഇരുന്നിരുന്ന അമ്മാവന്മാർ എഴുന്നേറ്റു. ഇപ്പോഴോ നാരായണി? ഞങ്ങൾ നിൻ്റെ ഗുണത്തിനായെല്ലാം ചെയ്തതെന്ന് നിനക്ക് ബോധ്യായില്ലേ? 2 ലക്ഷം കൊടുത്തിട്ടല്ലേ ഇത്ര യോഗ്യനായ ഒരു ഡോക്ടർ നിൻ്റെ മകളെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്? ഉണ്ണിമേനോനെ നിർബന്ധിച്ച് സ്വത്ത് മുഴുവനും നിൻ്റെ പേരിലാക്കിയത് കൊണ്ടല്ലേ ഇതൊക്കെ സാധിച്ചത്? അന്ന് നീ വിചാരിച്ചു ഞങ്ങൾ മഹാപാപികളാന്ന്. ഇപ്പോഴോ? ഇപ്പം മനസ്സിലായില്ലേ അതൊക്കെ നിൻ്റെ ഗുണത്തിന് ചെയ്തതാന്ന്? വേദ്യം ചെയ്യേണ്ടിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അമ്മ കൊടുത്ത സ്വത്തല്ലേ അത്? എൻ്റെ പേരിലാക്കേണ്ടിയിരുന്നില്ല. പിന്നെ തുടങ്ങിയോ അസംബന്ധം പറയാൻ? കുറച്ച് നന്ദി വേണം മനുഷ്യനായി ജനിച്ചാൽ നാരായണി. നിനക്ക് വേണ്ടി ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടും ഒന്നും ചെയ്തില്ലെങ്കിൽ അപ്പൂനൊരച്ഛൻ ഉണ്ടാവായിരുന്നു. അപ്പൂനെ കളിപ്പിക്കാൻ ഒരച്ഛൻ. സ്വത്തെഴുതി വാങ്ങിച്ചോണ്ടാ ഉണ്ണിമേനോ നാട് വിട്ടു തിന്നാന്ന് എൻ്റെ വിചാരം. അയാൾക്ക് വേറെ പെണ്ണുണ്ടായിരുന്നു, അവളെയും കൊണ്ട് കടന്നതാ. വരൂ അമ്മേ, ഇരുട്ടാവുമ്പോഴേക്കും നമുക്ക് മേക്കഴുകാം. അപർണ തൻ്റെ അമ്മയുടെ കൈ പിടിച്ചു വലിച്ചു. അമ്മയുടെ പകച്ച കണ്ണുകളും സദാസമയവും വിയർക്കുന്ന മേൽചുണ്ടും അവളിൽ അനുകമ്പ നിറച്ചു. നിന്റെ അച്ഛന് എന്നെ ജീവനായിരുന്നു. ആര് പറയണതും നീ വിശ്വസിക്കണ്ട. ആ നിർഭാഗ്യവതി കുറുകുറുത്തു. ഇല്ല അമ്മേ, ഞാൻ ആര് പറയണതും വിശ്വസിക്കില്ല. വെള്ളത്തിലിറങ്ങി നിന്നപ്പോൾ അപർണ ചോദിച്ചു, ഞാൻ അമ്മയുടെ പുറം തേച്ച് തരണോ? വേണ്ട, ഞാൻ നിന്റെ പുറം തേക്കാം. തൻ്റെ ഇടത്തെ പൃഷ്ഠത്തിൻ്റെ മീതെ ഉണ്ടെന്ന് പറയപ്പെടുന്ന മറുകിനെ പറ്റി അപർണയ്ക്ക് ഉത്കണ്ഠ തോന്നി. അത് തൻ്റെ വരൻ്റെ കണ്ണിൽപ്പെടുമ്പോൾ അയാൾക്ക് നീരസം തോന്നുമോ? വരൻ തൻ്റെ വധുവിനെ നഗ്നയായി കാണണമെന്ന് ശാഠ്യം പിടിക്കുമോ? തൻ്റെ അമ്മയോട് സംസാരിച്ച് അത്തരം സംശയങ്ങൾ നിവർത്തുവാൻ അവൾ തുനിഞ്ഞില്ല. പാവം അമ്മയ്ക്ക് എന്തറിയും? തനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ പെട്ടെന്നൊരു രാത്രി തിരോധാനം ചെയ്തത്. രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ അച്ഛനെ അവിടെ എങ്ങും കണ്ടില്ലെന്ന് അമ്മ പറഞ്ഞു. ഗുരുവായൂർക്കും അച്ഛൻ്റെ നാട്ടിലേക്കും ആളെ അയപ്പിച്ചു. ഫലമുണ്ടായില്ല. പിന്നീട് കാശിക്ക് പോയവരും പഴനിക്ക് പോയവരും ശബരിമലയ്ക്ക് പോയവരും പുട്ടപർത്തിയിൽ പോയവരും പറഞ്ഞു അച്ഛൻ്റെ ചായയിലുള്ള ഒരു സന്യാസിയെ അവർ ഓരോരുത്തരും കണ്ടുവെന്ന്. അച്ഛൻ പറഞ്ഞതായ വാക്കുകൾ മനോധർമ്മമനുസരിച്ച് അവർ ചമയ്ക്കുകയും ചെയ്തു. തൻ്റെ അമ്മ ചിത്തഭ്രമത്തിൽ അഭയം കണ്ടെത്തി. അഭിപ്രായ പ്രകടനത്തിൻ്റെ ന്യായീകരണം അതുതന്നെയായിരുന്നു. അതുകൊണ്ട് മാത്രം തൻ്റെ സഹോദരന്മാരുടെ ക്രോധത്തിനിരയാവാതെ ആ വീട്ടിൽ അപർണയുടെ അമ്മ ഒതുങ്ങി ജീവിച്ചു. അമ്മയുടെ മേൽക്കഴുകൽ കഴിഞ്ഞപ്പോൾ അപർണ പറഞ്ഞു, തനിച്ച് പോവില്ലേ? ഞാൻ മുണ്ടൊക്കെ പിഴിഞ്ഞ് പതുക്കെ വരാം. അമ്മ കുളപ്പുരയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ആകാശം ഇരുളുന്നുണ്ടായിരുന്നു. വ്യാഴനക്ഷത്രം ഉദിച്ചു നിൽക്കുന്നത് അപർണ കണ്ടു. തൻ്റെ വരൻ ഈ നക്ഷത്രം കാണുന്നുണ്ടാവുമോ? അവൾ ആലോചിച്ചു. ഇറാനിലേക്ക് അയാളുടെ ഒപ്പം പോകുമ്പോൾ അമ്മ കരയുമോ? അമ്മയുടെ കൂടെ കുളത്തിലേക്ക് തനിക്ക് പകരം ആരാണ് ഇനി വരിക? അമ്മയെപ്പറ്റി അനുഭവപ്പെടുന്ന കുറ്റബോധം ഒരു വേദന പോലെ നെഞ്ചിനകത്ത് പരക്കുന്നത് അപർണ മനസ്സിലാക്കി. അമ്മയ്ക്ക് ആരാണ് പാൽക്കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുക? കണ്ണുനീർ തുടച്ചുകൊണ്ട് കുളപ്പുരയ്ക്ക് പുറത്തു കടന്നപ്പോൾ മൂവാണ്ടൻമാവിൻ്റെ ചുവട്ടിൽ അമ്മ നിൽക്കുന്നത് അപർണ കണ്ടു. ഏതാണ്ട് 3 വാര ദൂരത്ത് താടിയും മുടിയും വളർത്തിയ ഒരു യാചകൻ നിന്നിരുന്നു.
കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരു വൃദ്ധൻ. ഈ മനുഷ്യൻ ഉമ്മറത്ത് ജോലി ചെയ്യുന്നവരുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെ കുളത്തിനടുത്തേക്ക് വന്നു? അപർണ തന്നോട് തന്നെ ചോദിച്ചു. അമ്മയ്ക്ക് അയാളോട് പോവാൻ പറയായിരുന്നില്ലേ? സന്ധ്യ നേരത്ത് ഭിക്ഷക്കാർ വരാറില്ലല്ലോ. ഭ്രാന്തനായിരിക്കുമോ? അമ്മയോട് അയാൾ സംസാരിക്കുന്നതായി അപർണയ്ക്ക് തോന്നി. എന്നെ കൊല്ലാനായിരുന്നു അവർ തീർച്ചയാക്കിയത്. പാഷാണം കലക്കിയ പാലാണ് മുറിയിൽ വെപ്പിച്ചത്. മണത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എണീറ്റ് നടന്നു. കൊല്ലാനായിരുന്നു ഉദ്ദേശം എന്ന് നിനക്കറിഞ്ഞിരുന്നു. എന്നാ പിന്നെ ഞാൻ വരേണ്ടിയിരുന്നില്ല അല്ലേ? അപർണ ധൃതിയിൽ അവരുടെ അടുത്തെത്തി. അപരിചിതൻ അവളെ ഒരിക്കൽ നോക്കിയിട്ട് വേലിക്കലേക്ക് നടന്നു. പറയൂ അമ്മേ, അതാരാ? എൻ്റെ അച്ഛനാണോ? അല്ല, അതൊന്നും എൻ്റെ അച്ഛനല്ല. അത് പിന്നെ ആരാണ്? അയാൾ എന്തിനാ അമ്മയോട് സംസാരിച്ച്? അയാളൊരു ഭ്രാന്തനാ. വഴി തെറ്റി വന്നതാവും. സദ്യയല്ലേ, ഊണ് കിട്ടും എന്ന് കരുതി വന്നതാവും. ആവൂ, അപ്പോഴേ എനിക്ക് ശ്വാസം നേരെ വീണുള്ളൂ. ഞാൻ വിചാരിച്ചു എൻ്റെ അച്ഛൻ കാശിന്ന് മടങ്ങിയതാണെന്ന്. എൻ്റെ അച്ഛൻ കാണാൻ വലിയ സുന്ദരനാണ്. തൻ്റെ അമ്മ അത്ര മനോഹരമായി ചിരിക്കുന്നത് അപർണ അതിനു മുമ്പ് കണ്ടിരുന്നില്ല. അതുകൊണ്ട് സന്തോഷാധിക്യത്താൽ അവളും ചിരിച്ചു. 1986 മാധവിക്കുട്ടി എഴുതിയ ഒരു കഥയാണ്. ഒരു തരം വിങ്ങലും സങ്കടവുമൊക്കെ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്ന ഒരു കഥയാണിത്.